അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങിയിരിക്കുകയാണ്. സീസൺ തുടങ്ങിയപ്പോൾ തന്നെ നല്ല 7ൻ്റെ പണി ലാലേട്ടൻ കണ്ടസ്റ്റൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടാസ്കിൽ ജയിച്ചത് 3 പേരായിരുന്നു. ബെന്നി, ആര്യൻ ആൻഡ് നമ്മുടെ ഷാനവാസ്. അപ്പോൾ ഈ 3 പേർക്കുമാണ് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന പെട്ടികൾ അവർ ബിഗ് ബോസ് ടീം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ളവർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇവർക്കൊക്കെ ഓരോ സ്റ്റാറും കയ്യിൽ ബാഡ്ജായിട്ട് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് ഇവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിച്ചു മാറ്റാം. അപ്പോൾ അടിച്ചു മാറ്റിക്കഴിഞ്ഞാൽ ഇവരുടെ പെട്ടി നേരെ സ്റ്റോർ റൂമിലോട്ട് പോവുകയും ആ കിട്ടിയ പിന്നെ അടിച്ചെടുത്ത വ്യക്തിക്ക് അവരുടെ പെട്ടികൾ കിട്ടുകയും ചെയ്യുകയും ചെയ്യുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനൊന്നും വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു സാധനവും കിട്ടിയിട്ടില്ല. ആകെ ഒരു പെട്ടി മാത്രമാണ് അവർക്ക് കിട്ടിയത്. ഡ്രസ്സും കാര്യങ്ങളും സംഭവങ്ങളോ ഒന്നും തന്നെയില്ല. അപ്പോൾ ഈ 3 പേരുടെ കയ്യിലാണ് ഇപ്പോൾ സ്റ്റാർസ് നിലവിലുള്ളത്. അപ്പോൾ ഇതിൽ നമ്മുടെ കൂട്ടത്തിൽ കാണാവുന്നതും ചെറുപ്പക്കാരനായിട്ടുള്ളതും അത്യാവശ്യം കാണാൻ കൊള്ളാവുന്നതും ഹാൻസം ആയിട്ടുള്ള ഒരാളാണ് നമ്മുടെ ആര്യൻ. അപ്പോൾ നമ്മുടെ അനുമോൾ ഉണ്ടല്ലോ, നമ്മുടെ സ്റ്റാർ മാജിക് ഫെയിമാണ്. ഈ അനുമോൾ സ്റ്റാർ അടിച്ചു മാറ്റാൻ വേണ്ടി നമ്മുടെ ആര്യൻ്റെ പുറകെ തന്നെയാണ് കൂടിയിരിക്കുന്നത്. ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ആര്യൻ്റെ പുറകെ കൂടിയിട്ടുണ്ട്. അതേസമയം നമ്മുടെ ബെന്നിയുടെയും ഷാനവാസിൻ്റെയും പുറകിലും അധികം ആരുമൊന്നും പോകുന്നില്ല. എല്ലാ പെണ്ണുങ്ങളും ഈ നമ്മുടെ ആര്യൻ്റെ പുറകിലാണ്. അതിൽ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ അനുമോളാണ്. ബാക്കിയുള്ളവരൊക്കെ പിന്നെയും ബാക്കി 2 പേരെയും ട്രൈ ചെയ്യുന്നുണ്ട് സ്റ്റാർസ് അടിച്ചു മാറ്റാൻ. പക്ഷേ നമ്മുടെ അനുമോൾ ഈ ആര്യൻ്റെ പുറകെ നിന്ന് വിട്ടു പോകുന്നേയില്ല. ഇതാണിപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ ഏറ്റവും വലിയ ചർച്ച. നമ്മുടെ അനുമോൾ ആര്യൻ്റെ പുറകിൽ, അനുമോൾക്ക് ആര്യൻ്റെ മേലൊരു ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഇത് സീസൺ തുടങ്ങിയപ്പോൾ തന്നെ ലാലേട്ടൻ ആര്യനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിൽ ഒരു പ്രണയം പൂവിടാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ. പക്ഷേ ആര്യൻ അതിന് ഇല്ല എന്ന് തന്നെയാണ് മറുപടി പറഞ്ഞത്. കാരണം മോഹൻലാൽ സാറിനെ വരെ തോന്നിയായിരുന്നു നമ്മുടെ ആര്യനെ കണ്ടപ്പോഴേക്കും കാണാൻ അത്യാവശ്യം കൊള്ളാവുന്നൊരു പയ്യനല്ലേ, അപ്പോൾ ഇദ്ദേഹം അകത്തോട്ട് പോയി കഴിഞ്ഞാൽ മിക്കവാറും അവിടെ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്ന് ലാലേട്ടനും തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സീസണിൽ കയറിയപ്പോൾ തന്നെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അനുമോള് ആര്യൻ്റെ പുറകിൽ സ്റ്റാർസിന് വേണ്ടിയിട്ടാണെങ്കിലും ആര്യൻ്റെ പുറകെ തന്നെയാണ് കൂടിയിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുതേ. എല്ലാവർക്കും നന്ദി.